എന്റെ മോന് ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാവരുത്. അത് മാത്രം ഇവളുടെ ലക്ഷ്യം. കാര്യങ്ങൾ ഞാൻ മുമ്പേ തന്നെ ഇവരോട് പറഞ്ഞത് എത്ര നന്നായി. ഇതുപോലത്തെ ഓലപ്പാമ്പൊന്നും ഞങ്ങളുടെ അടുത്ത് ചെലവാകത്തില്ല വസുമതി. അർജുനേട്ടാ, ഞാൻ ഈ കാണിച്ചതൊക്കെ അഭിനയമാണെന്ന് അർജുനേട്ടന് തോന്നുന്നുണ്ടോ? അർജുനേട്ടന് നെഞ്ചത്ത് കൈവച്ച് അങ്ങനെ പറയാൻ സാധിക്കൂ? എന്നേക്കുമായി അർജുനേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരാൻ ഞാൻ. മതിയിടി നിന്റെ വേഷം കെട്ടുകളൊക്കെ. ഓന്തിനെ പോലെ സമയം നിറം മാറ്റുന്നവളാ നീ. അർജുനേട്ടനോടെന്നല്ല ആരെയാ നീ സ്നേഹിച്ചിട്ടുള്ളത്? പെറ്റ തള്ളക്കെതിരെ കൊലക്കേസിന് പരാതി കൊടുത്തിട്ടല്ലേ നീ അമ്മയുടെ പക്ഷത്തേക്ക് കൂറുമാറിയത്? എന്നിട്ട് അമ്മയ്ക്കൊപ്പം നിന്നോ നീ? അമ്മയും പിന്നിൽ നിന്ന് കുത്തി ജയിലിലാക്കി. എന്നിട്ട് അവള് സ്നേഹത്തിന്റെ കഥയും പറഞ്ഞു വന്നിരിക്കുന്നു. പ്രീതിമാറ് നോക്ക്, അതൊന്നും പ്രീതിയല്ല ചെയ്തത്, സുസ്മിതയാ. ഇറക്കി വിടമേ ഈ മൂദേവിയെ. ഒരു മംഗളകർമ്മം നടക്കുന്നിടത്ത് അവളുടെ ന്യായവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ആന്റി, ഞങ്ങള് പറഞ്ഞതും കേട്ടതും ഒക്കെ മതിയടി. പടി ഇറങ്ങിക്കോ പെട്ടെന്ന്. ആന്റി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വാടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. വാടി ആന്റി. പ്രീതി, ഏട്ടാ നിക്ക്. ആന്റി, പോടി അവിടുന്ന്. ഏട്ടാ, പ്രീതി വാ. നിക്ക് പ്രീതി. ശാലിനി, ഭൂമിയോളം താഴെ ശാലിനി. പിന്നെ ചവിട്ടാൻ ആരെയും സമ്മതിക്കരുത്. കണ്ടില്ലേ, ജഗജില്ല എന്റെ മരുമോള്. വസുമതി പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതിനെ കളഞ്ഞത് നന്നായി വസുമതി. കാണുന്നതേ അപശകുനോ. ആ അസത്ത് എന്റെ റോഷന് മോളെ കണ്ണു വെച്ചോ ആവോ. പോട്ടെ പോട്ടെ, എല്ലാം പോട്ടെ. പ്രീതിയുടെ വയറ്റില് തന്റെ കുഞ്ഞ് വളരുന്നുണ്ടെന്നറിഞ്ഞ അർജുനേട്ടൻ ഉറപ്പായി ഈ കല്യാണത്തിൽ നിന്ന് പിൻവാങ്ങിയേനെ. പക്ഷെ ഇപ്പൊ അത് പറയാനും വയ്യല്ലോ ദൈവമേ. വാ ശാലിനി, ഇനി ഇവിടെ എന്തിനാ നിൽക്കുന്നത്?
അർജുനേട്ടാ. എന്താ ഏട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി, റോഷ്നി ചേച്ചിയുമായി ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയില്ല അല്ലേ? ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി ഒന്നിങ്ങ് വന്നേ. എന്താ അവിടെ നിൽക്കുന്നേ? ഇങ്ങ് വന്നേ. ഞാൻ ഒഴിഞ്ഞു തന്നേക്കാം. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞേക്ക്. അർജുനേട്ടന്റെ പൂർണ്ണ സമ്മതത്തോടെയാണോ ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടിരിക്കുന്നത്? അതെ. അർജുനേട്ടന് എന്നോടൊന്നും സംസാരിക്കാനില്ലേ? അമ്മ പറഞ്ഞല്ലോ, എല്ലാം അമ്മയാ തീരുമാനിക്കുന്നത്. അർജുനേട്ടന്റെ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. അല്ല, ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാലോ. കല്യാണാകുമ്പോഴേക്കും നമുക്കിടയിൽ അകൽച്ച കുറയും. ചിത്രയോട് ചോദിച്ചാൽ മതി, അവള് തന്നോളൂ. അർജുനേട്ടൻ എവിടെ? ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? എടുക്ക. ചിത്ര, അർജുനേട്ടന്റെ മനസ്സിലെപ്പോഴും അവളാണോ ആ പ്രീതി? അർജുനേട്ടന്റെ മനസ്സിലെപ്പോഴും പ്രീതി ഉണ്ടെന്നുള്ളത് ശരിയാ. പക്ഷെ അവളെ കുറിച്ചുള്ള കയ്പ് നിറഞ്ഞ ഓർമ്മകളാണെന്ന് മാത്രം. അതുകൊണ്ടാ അർജുനേട്ടൻ ഇപ്പൊ ആരോടും അടുക്കാത്തത്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെന്നൊക്കെ പറയില്ലേ, അതുപോലെ. പക്ഷേ ചിലര് വരുമ്പോ ചരിത്രം വഴിമാറും. എടുക്ക. അർജുനേട്ടാ, വേഗം 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 പോ. വേഗം. വേഗം വേഗം പോ പോ പോ. സുസ്മിതേ, പ്രീതി എവിടെ പോയി? എനിക്കറിയില്ല ഭാമാൻഡി. മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വിളിച്ചാ കേൾക്കാത്തിടത്തേക്ക് പോയിട്ടുണ്ടാവും അവൾ. അവള് മാത്രമല്ല, ഒപ്പം ശാലിനിയും രോഹിത്തും. ഇനി സുസ്മിതയുടെ റൂട്ട് ക്ലിയർ. എപ്പോഴാണോ ആ ശുഭവാർത്ത എത്തുന്നത്? എത്തിയെന്ന് തോന്നുന്നു. വസുമതിയോ? എന്താ നിനക്ക്? അയ്യോ, സത്യഭാമയുടെ സുഖവിവരം അറിയാൻ വിളിച്ചതല്ലായേ. പിന്നെ എനിക്ക് നിന്നോട് ശത്രുതയുണ്ട് ഭാമയെ, പക്ഷേ അതിനോടൊപ്പം ഒരു മതിപ്പും ഉണ്ടായിരുന്നു. നീ പറഞ്ഞ വാക്കിൽ നിന്നും പിന്മാറാത്തവളാണെന്നും ജീവൻ പോയാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവളാണെന്നും. അതിലൊന്നും ഒരു മാറ്റമില്ല വസുമതി. പറഞ്ഞ വാക്ക് മാറണമെങ്കിൽ സത്യഭാമ വേറെ ജനിക്കണം. എന്നിട്ടാണോ നീ എന്റെ മകന്റെ കല്യാണ ആലോചന മുടക്കാൻ വേണ്ടി നിന്റെ മകളെയും മരുമകളെയും പറഞ്ഞു വിട്ടത്? എന്താ നീ പറഞ്ഞത്? കളിക്കല്ലേ സത്യഭാമ നീ എന്റെ അടുത്ത്. അർജുന്റെ കല്യാണാലോചന മുടക്കാൻ വേണ്ടി ശാലിനിയെയും പ്രീതിയെയും പറഞ്ഞയച്ചിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ നടിക്കുന്നോ? ശാലിനിയും പ്രീതിയും അവിടെ വന്നെന്നോ?
രണ്ടും ചത്തില്ലേ? അതങ്ങനെ വന്നെന്ന് നിനക്കും എനിക്കും അറിയാം സത്യഭാമേ. ഇനി നീ എന്റെ അടുത്ത് പൊട്ടം കളിക്കല്ലേ? എന്റെ മകന്റെ കല്യാണ ആലോചനയ്ക്കിടയ്ക്കാ അവര് വന്ന് കയറിയത്. പക്ഷേ നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല സത്യഭാമേ. തെക്കുംകൂർ കോവിലകത്തെ ഗോപികൃഷ്ണന്റെയും അംബാലിക കുഞ്ഞമ്മയുടെയും മകൾ റോഷ്നി, അവളാ അർജുന്റെ വധു. ഇതുപോലുള്ള പിത്തലാട്ടങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളവരവര്. വസുമതി കുഞ്ഞമ്മയുടെ തോളൊപ്പം നിൽക്കാൻ ശേഷിയും പാരമ്പര്യമുള്ള തറവാട്ടുകാര്. നീ നിന്റെ മകളെയും മരുമകളെ അഴിച്ചുവിട്ട് എന്ത് നാടകം നടത്തിയാലും ഈ കല്യാണം നടത്തിയിരിക്കും വസുമതി. ആന്റി, എന്തു പറ്റി? ശാലിനിയും പ്രീതിയും കൂടെ വസുമതിയുടെ വീട്ടിലോട്ട് പോയെന്ന്. അയ്യോ, എന്തിന്? അർജുന്റെ കല്യാണാലോചന നടക്കുകയായിരുന്നു. അത് മുടക്കാൻ വേണ്ടി കയറി ചെന്നാ വസുമതി പറഞ്ഞത്. ഇത് തന്നെ അവസരം. ഈ ശാലിനിക്ക് എന്തിന്റെ കേടാ ആന്റി? രണ്ടാളെ അടിച്ചിറക്കി വിട്ടിട്ടുണ്ടാവും വസുമതി ആന്റി. ശാലിനിയുടെ കാര്യം പോട്ടെ, ചായക്കടക്കാരിയുടെ മോക്ക് അതൊന്നും ഒരു പുതുമയല്ലല്ലോ. പക്ഷെ പ്രീതിയുടെ കാര്യോ? അല്ല ആന്റി, രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മകളാ പ്രീതി. ആ സ്റ്റാറ്റസും അന്തസ്സും ഒക്കെ ഒന്ന് വേറെ തന്നെയാ. പ്രീതിയോട് പറയുന്ന ഓരോ വാക്കും ആന്റിയോട് പറയും പോലെ തന്നെയാ. അടിക്കുന്നത് പ്രീതിയാണെങ്കിലും അത് കൊള്ളുന്നത് ആന്റിയുടെ കവളത്താ. അതെങ്കിലും ഓർത്തിട്ട് വേണമായിരുന്നു ശാലിനി പ്രീതിയും കൂട്ടിക്കൊണ്ടു പോവാൻ. അല്ല ആന്റി, ശാലിനിയുടെ കൂടെ മുന്നിൽ വെച്ചല്ലേ പ്രീതി ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ടത്. ഒത്തുപോകാൻ കഴിയാത്ത സ്ഥിതിക്ക് രണ്ടുപേരും അന്തസ്സായിട്ട് കൈ കൊടുത്ത് പിരിയുന്നതിലൊരു മാന്യതയുണ്ട്. അതിനു പകരം ഒപ്പിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് കല്യാണാലോചന മുടക്കാൻ കയറി ചെന്നിരിക്കുക. അപ്പൊ ആന്റിയുടെ വാക്കിന് എന്താ വില? ഇക്കാര്യത്തിൽ ഞാൻ വസുമതി ആന്റിയെ കുറ്റം പറയില്ല കേട്ടോ. കുറച്ച് ചീത്തയല്ലേ പറഞ്ഞുള്ളൂ. അത് ആന്റിയുടെ മാന്യത. ഞാനാണെങ്കി വണ്ടി പിടിച്ചു വന്ന് അടിച്ചിട്ട് പോയേനെ. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനില് പ്രീതി അത്രയും ദൂരം കൂട്ടിക്കൊണ്ടുപോവാൻ അവളുടെ മനസ്സനുവദിച്ചല്ലോ. പ്രീതിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതറിഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയെങ്കിൽ അവളുടെ ഉള്ളിലിരിപ്പ് എന്തായിരിക്കും ആന്റി? ആന്റി, ആന്റിക്ക് ഇഷ്ടമായില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. ശാലിനിക്ക് പ്രീതിയോട് ദേഷ്യമൊന്നുമില്ല. അവളുടെ പക മുഴുവൻ ആന്റിയോടാ. ആന്റിയുടെ വീക്ക് പോയിന്റ് പ്രീതിയാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതിനുവേണ്ടി അവൾ ആദ്യമേ പ്രീതിയെ കയ്യിലെടുത്തു. ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് എത്ര കാലമായി ആന്റി? ഇതിനിടയില് പ്രീതി എന്നോട് സ്നേഹത്തോടെ ഒന്നും മിണ്ടുന്നതോ മനസ്സ് തുറന്ന് ചിരിക്കുന്നതോ ആന്റി കണ്ടിട്ടുണ്ടോ? അതെങ്ങനാ? ശാലിനി പറഞ്ഞ് തിരിച്ചു വെച്ചിരിക്കല്ലേ. ശാലിനി ചരട് വലിക്കുന്നതിനൊപ്പം ആടുന്നൊരു പാവ മാത്രം ഇപ്പൊ പ്രീതി. ഇതവളുടെ ഗുണത്തിനല്ല കേട്ടോ ആന്റി. ഇക്കണക്കിന് പോയാ വൈകാതെ അവള് പ്രീതിയെ കൊന്നൊടുക്കും. എന്തിനാ? അങ്ങനെയെങ്കിലും ആന്റിയുടെ കണ്ണീന്ന് കണ്ണീരിറ്റുന്നത് കാണാൻ അത്ര തന്നെ.
അപകടത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു ശാലിനി. തിരിച്ചു വാ. നിനക്ക് അതിനേക്കാൾ വലിയൊരു അപകടം ഒരുക്കി വെച്ചിട്ടുണ്ട് സുസ്മിത. എത്ര നേരം ഇതന്നെ അങ്ങോട്ട് കണ്ടിട്ട് എന്റെ മെഡിക്കൽ ലീവ് മൊത്തം വേസ്റ്റ് ആക്കുമല്ലോ. സാറിന് പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ കൂട്ടിന്. തനിക്ക് ചട്ടുവോ? എന്നാ പിന്നെ എന്തിനാണോ കല്യാണം കഴിക്കുന്നത്? ഇത്രയും ഭാരിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് മറുപടി പറയാം സാറേ. ഇപ്പൊ ഇത്തിരി അത്യാവശ്യ ജോലിയില്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ മഹാത്മാഗാന്ധി സ്കൂളിന്റെ ശതാബ്ദി ദിനത്തിലെ സദ്യയുടെ കാര്യം. ഓർഡർ അനുസരിച്ചുള്ള സാധനങ്ങൾ ഇന്ന് കൊടുക്കണം. ഓ, ഈ കുടുംബശ്രീയുടെ കെയർ ഓഫിലുള്ള എന്തൊക്കെ വിഭവങ്ങൾ എന്തൊക്കെയോ? LP സ്കൂളല്ലേ, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയൊരു സദ്യ. ചോറൊക്കെ അമ്മ തന്നെ ഉണ്ടാക്കും. പിന്നെ കുറച്ച് കറികളും മറ്റും ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതെന്തോ അവിയല്? ഇത് ഞങ്ങൾ കുടുംബശ്രീക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാ. ഇതില് ഉണക്കമുന്തിരിയും പഴമാങ്ങയും കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരുതരം അവിയല്. ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം ഞാൻ കേൾക്കുന്നു. അതല്ലേ സർ നമ്മുടെ കുടുംബശ്രീയുടെ പ്രത്യേകത. കുട്ടികൾക്ക് മധുരമുള്ള വിഭവങ്ങളാ ഇഷ്ടം. അതിലൂടെ അവർ ഭക്ഷണത്തെ സ്നേഹിച്ചു തുടങ്ങും. ഇത്തിരി കഴിച്ചു നോക്കൂ സാറ്. കൊള്ളാം, അടിപൊളിയാ. അതാ തന്റെ മൊബൈലല്ലേ അടിക്കുന്നത്? അയ്യോ, അമ്മയായിരിക്കും. എന്തായെന്നറിയാനാ. ചെന്നെടുക്ക്. രക്ഷപ്പെട്ടു. തൽക്കാലത്തേക്കെങ്കിലും അവൾക്ക് അടുക്കളയിൽ നിന്നൊരു വിടുതൽ കിട്ടിയല്ലോ. അപ്പൊ അമ്മയ്ക്കും അമ്മാവനും കോൾ അടിച്ചു. ഇത്തവണ അത് മനസ്സിലിരിക്കത്തുള്ളൂ സാറേ. എന്റെ കയ്യിൽ നിന്ന് കാശുറ പിടുങ്ങിയതല്ലേ, ഇനിയില്ല. സാറിന്റെ പണം മാത്രം ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതത്തില് അട്ടകളായി കടിച്ചു തൂങ്ങി ചോര കുടിക്കുന്ന ജീവികളെ എത്രയും പെട്ടെന്ന് തോണ്ടിയെടുത്ത് ഈ വീടിന് പുറത്തെറിയണം. നീ വലിയ പണക്കാരിയായിട്ട് ഞങ്ങളെ അങ്ങ് അടിച്ച് പുറത്താക്കാൻ പോവാ ഇല്ലടി. ശരി അമ്മേ, ഇവിടെ എല്ലാം റെഡിയാ.